ഹായ്, എം ഫേവർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സിപി നൂറുദ്ദീൻ. LDC കൊല്ലം കണ്ണൂർ പരീക്ഷ അവസാനിച്ചിരിക്കുകയാണ്. ആ പരീക്ഷയുടെ സേഫ് സോണിലേക്ക് കടക്കുന്നതിന് മുന്നേ, പരീക്ഷാ അവലോകനം നടക്കുന്നതിന് മുന്നേ ആയിട്ടാണ് LDC തിരുവനന്തപുരം പരീക്ഷയ്ക്ക് സംഭവിച്ച അതേ കാര്യം കൊല്ലം കണ്ണൂരുകാർക്കും വന്നിരിക്കുകയാണ്. കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ മുഴുവൻ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ എം ഫേവർ ലേണിംഗ് ആപ്പിലെ റെഗുലർ പെയ്ഡ് ബാച്ചിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ കംപ്ലീറ്റ് പ്രൂഫ് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇനി പരീക്ഷ എഴുതുന്നവർ ഉറപ്പായിട്ടും LDCക്കാർ എം ഫേവർ കേരള PSC എന്ന നമ്മുടെ ടെലിഗ്രാം ചാനൽ ഒന്ന് സന്ദർശിച്ചോളൂ കേട്ടോ. അതിൽ ചില പ്രസക്ത ഭാഗങ്ങളെല്ലാം കറണ്ട് അഫയേഴ്സിന്റെ അവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് ഡൗൺലോഡ് ചെയ്യാം. ₹1 പോലും മുടക്കാതെ നിങ്ങൾക്ക് നേരിട്ട് ഡൗൺലോഡ് ചെയ്ത് ആവശ്യമെങ്കിൽ മാത്രം പ്രിന്റ് ഔട്ട് എടുക്കുക. ഉറപ്പായും ചോദ്യങ്ങൾ പരീക്ഷയ്ക്കുണ്ടാവും. ഉദാഹരണം, ഇന്നത്തെ പരീക്ഷയിലെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. 2024 ഇസ്രായേൽ പാസ്പോർട്ട് ഉള്ളവരുടെ പ്രവേശനം രാജ്യത്തേക്ക് തടഞ്ഞത് മാലദ്വീപ് അല്ലെ. ഇനി ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക്ക് ബംഗളൂരു. കറണ്ട് അഫയർ അപ്ഡേറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ഉത്തരം കിട്ടും. ഓക്കെ, എങ്കിൽ കൂടിയിട്ടും റാങ്ക് മേക്കിംഗ് എന്ന് ഞാൻ അത് പറയുന്നില്ല. കേരളത്തിൽ ആദ്യ റോഡ് ടണൽ കുതിരാൻ പാലക്കാട് റാങ്ക് മേക്കിംഗ് എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഇത് ഒരു ഒന്നൊന്നര റാങ്ക് മേക്കിംഗ് ആണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇൻചാർജ് മേധാവിയായിട്ട് നിയമിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ, അതായത് ആക്ടിംഗ് മേധാവി എന്നുള്ള രീതിയാണ്. അദ്ദേഹത്തെ ഇപ്പോൾ ഈ ഇടയ്ക്ക് അതിന്റെ യഥാർത്ഥ മേധാവിയായിട്ട് നിയമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പറയുന്ന ഒരു 2-3 ദിവസം മുന്നേ ഉള്ള വാർത്തയാണ്. പക്ഷെ ഇത് വന്നിട്ട് ആക്ടിംഗ് മേധാവിയായിട്ട് 2023 കറണ്ട് അഫയർ രാഹുൽ നവീൻ മറ്റൊരു ചോദ്യത്തിന്റെ ഉള്ളിൽ പ്രസ്താവനയായിട്ട് വന്ന കറണ്ട് അഫയേഴ്സ് ആണ്. വേറെ ലെവലായിരുന്നു. ഇനി 2023 ഫിഫ അണ്ടർ-17 പുരുഷ ലോകകപ്പ് വേദി ഇന്തോനേഷ്യ അല്ലെ. ഇതും ഒരു റാങ്ക് മേക്കിംഗ് എന്ന് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലോകകപ്പിനെ കുറിച്ചൊക്കെ ഒരുപാട് പഠിക്കുന്നുണ്ട്. അപ്പൊ അണ്ടർ-17 ഒക്കെ ഓർത്തിരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ റാങ്ക് മേക്കിംഗ് തന്നെയാണ്. ഇത് വേറെ ലെവൽ ചോദ്യമാണ്. വിദ്യാഭ്യാസത്തിന്റെ പ്രധാന തത്വങ്ങൾ കൈവരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപകൽപ്പന ചെയ്ത പരിപാടി സ്വയം പദ്ധതി എന്താണെന്ന് പറഞ്ഞാണ് പരീക്ഷയ്ക്ക് വന്നത്. നമ്മൾ നേരെ തിരിച്ചു വന്നു അല്ലെ. റാങ്ക് മേക്കിംഗ് ആണ്. ഇനി ഇത് പറയണ്ട, 2023 മലയാള ഭാഷാ വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം നേടിയതും എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഈസി ക്വസ്റ്റ്യൻ പ്രിയ IAS. ഇവിടെ ഒരു 0.33 മാർക്കെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ, കട്ട് ഓഫും കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ, മെയിൻ ലിസ്റ്റിൽ എത്തിയാൽ ജോലി കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതൊരു റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും, ചോദ്യമായിരിക്കും അല്ലെ. അപ്പോൾ ഇനിയുള്ളവര് നമ്മുടെ എം ഫേവർ കേരള PSC എന്ന ടെലഗ്രാമിൽ സെർച്ച് ചെയ്ത് ജോയിൻ ചെയ്തുള്ള അടുത്ത LDC പരീക്ഷകളിലും ഇത് തന്നെ ആവർത്തിക്കപ്പെടും. മാത്രമല്ല നമ്മുടെ LSTI സെക്രട്ടറി മെയിൻസിനുള്ള അവിടെ നമ്മൾ 100%, ബാക്കിയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് SCRT ചോദ്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ എല്ലായിടത്തും കോമൺ ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഇനി ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞു വന്ന ഒരു രേഖാ ശർമ്മ, അവരിപ്പോൾ ചെയർപേഴ്സൺ അല്ല. അതുകൊണ്ട് ആ ചോദ്യം വെട്ടിപ്പോവും. അവരിപ്പോൾ അവരുടെ കാലാവധി കഴിഞ്ഞു. അതൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഡിലീഷനായ സ്ട്രേറ്റ് അവേ കറണ്ട് അഫയേഴ്സിൽ. അപ്പോൾ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയുള്ള പരീക്ഷ കൃത്യമായിട്ടും പരീക്ഷാ ചോദ്യങ്ങൾ നമ്മൾ നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ പരീക്ഷയിൽ നടന്ന ബാക്കിയുള്ള ചോദ്യങ്ങൾ എന്നൊക്കെ പറയുന്നത് കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്താണ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ SCRT NCRT പാഠപുസ്തകങ്ങളെ ബേസ് ചെയ്താണ് വന്നിട്ടുള്ളത്. ഒരുപാട് തല പോയ്ക്കാതെ തന്നെ ഉത്തരം കണ്ടെത്താൻ പറ്റും. പക്ഷേ LDC തിരുവനന്തപുരം പരീക്ഷയേക്കാൾ ഒരു പൊടിക്ക് ടഫ്നെസ് കൂടിയതിന്റെ കാരണം കറണ്ട് അഫയർ ചോദ്യങ്ങളുടെ എണ്ണം കുറയുകയും മറ്റ് പരീക്ഷാ ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നിന്നും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളുടെ എണ്ണം കൂടിയപ്പോൾ അത് വായിച്ചെടുക്കാനും അത് ഓരോ ചോദ്യങ്ങളിൽ വായിച്ചെടുത്ത് ഉത്തരം കൊടുത്ത് കഴിഞ്ഞു വരാനുള്ള സമയം, പിന്നെ മാത്സിൽ ജോമെട്രി ഒരു ചോദ്യം വന്നത് ബാക്കിയുള്ള ചോദ്യങ്ങൾ കിട്ടുന്നതിന് ബുദ്ധിമുട്ടുണ്ടായി കാണും. ജോമെട്രി ഒരു ചോദ്യം കണ്ട ഉടനെ ഭയന്നു പോകുന്ന, പക്ഷെ അത് ചെയ്താൽ കിട്ടാവുന്ന ചോദ്യമാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ പറയുക. ഞാൻ ഒരു സേഫ് സോൺ പറയാം. ആദ്യമായിട്ട് കൊല്ലം ജില്ലയിൽ ഇത്തവണ 85,000-ഓളം ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതാൻ കൺഫർമേഷൻ കൊടുത്തു. കണ്ണൂരാണെങ്കിൽ ഏകദേശം 60,000-ന് മുകളിൽ ഉദ്യോഗാർത്ഥികൾ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ഏകദേശം സെയിം ആയിരുന്നു. ആളുകളെ എടുത്ത എണ്ണവും ഏകദേശം എന്ന് പറയാം ഒരു 50-100 സീറ്റിന്റെ വ്യത്യാസത്തിൽ ഏകദേശം എന്നൊക്കെ പറയാം. നമുക്ക് ഒരുപോലെ ഒരു അമ്മ പെറ്റ 2
മക്കളെ പോലെയാണ് കണ്ണൂരും കൊല്ലവും എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ, ഒരു കാര്യം കൂടെ പറയാം, മലയാളം വെറും തറ പറ, ഈസി ആയിട്ട് മുഴുവൻ മാർക്കും അടിച്ചെടുക്കാം. ഇംഗ്ലീഷ് ആണെങ്കിലും അത്ര ഡിഫിക്കൽട്ടി ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ പരീക്ഷാ ചോദ്യപേപ്പർ ഉണ്ടല്ലോ, എടുത്തു വെച്ചിട്ട് എല്ലാം ഈസി ആണെന്നൊന്നും നമുക്ക് അങ്ങനെ അടിച്ചങ്ങ് വിടാൻ പറ്റത്തില്ല. കാരണം ഈ പരീക്ഷാ ചോദ്യപേപ്പർ കിട്ടിക്കഴിഞ്ഞിട്ട് പരീക്ഷാ ഹാളിൽ ഇരുന്ന് എഴുതുന്നവന്റെ മാനസികാവസ്ഥയും കൂടെ പരിഗണിച്ച് വേണം ഇതൊക്കെ ഈസിയാണ്, ഇതാണെന്നൊക്കെ നമ്മൾ അന്തിമമായിട്ട് പ്രസ്താവിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഈസി എന്നുള്ളതല്ലാതെ വെറും തറ ഈസി എന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ LDC തിരുവനന്തപുരത്തെക്കാളും ടഫ്നെസ് ഉണ്ടായിരുന്നു. LDC തിരുവനന്തപുരം പരീക്ഷയ്ക്ക് സ്കോർ ചെയ്ത കുട്ടികളുടെ ടോപ്പ് മാർക്കിലേക്കൊന്നും ഇത്തവണത്തെ പരീക്ഷ എഴുതിയ കുട്ടികൾ എത്തണമെന്നില്ല. ഓക്കെ, എത്തിയാൽ നല്ലത്, വേറെ ലെവൽ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു പരീക്ഷ ഏകദേശം കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എന്ന് പറയുന്ന ഈ 2 ജില്ലകളും നമ്മൾ ഏകദേശം 1 മാർക്കിന്റെ താഴെ എന്തോ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 2 പേർക്കും കോമൺ ആയിട്ട് ഞാൻ പറയുന്ന ഒരു സേഫ് സോൺ എന്ന് പറയുന്നത്, എപ്പോഴും ഞാൻ ഉദ്ദേശിക്കുന്ന സേഫ് സോണ് 66-നും 69-ഉം 66-69 ഈ ഒരു റേഞ്ചാണ്. ഈ 66-ഉം 69-ഉം നിലവിൽ ഇതിന്റെ ഉള്ളിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഒരു സേഫ് സോണിലാണ് എന്ന് എനിക്ക് പ്രസ്താവിക്കാൻ ഇപ്പോൾ കഴിയും. ഇനി നിലവിലെ ഉത്തരസൂചിക അല്ലെങ്കിൽ പ്രൊഫഷണൽ ഉത്തരസൂചിക നോക്കിയിട്ടാണ് നിങ്ങൾക്ക് 66-69 റേഞ്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സേഫ് സോണിലാണ് പ്രതീക്ഷയോടുകൂടി ഇരിക്കുക. ഇനി എത്ര ഡിലീഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം പരീക്ഷയ്ക്ക് സംഭവിച്ചതിനേക്കാൾ കൂടുതൽ ഡിലീഷൻ ഇത്തവണ ഈ ഒരു പരീക്ഷയ്ക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു വലിയ ഒരു മാറ്റം സൃഷ്ടിച്ചിരിക്കും. കാരണം കട്ട് ഓഫ് ധാരണയൊക്കെ അങ്ങ് മാറിക്കളയും. ഓക്കെ, അപ്പോൾ നിലവിൽ നമ്മുടെ സേഫ് സോൺ ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഡിലീഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഓരോ ജില്ലകളും തിരിച്ച് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ഓഫ് പറയുന്നുണ്ട് എങ്കിലും നിലവിലത്തെ ഇപ്പോഴത്തെ ഏക ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് എന്ന് വെച്ച് എല്ലായ്പ്പോഴും ശരിയാകണമെന്നൊന്നുമില്ല. ഇതിന്റെ താഴെ വന്നിട്ടുള്ള കുട്ടികൾ എന്നെ പ്രാകരുത്, അല്ലെങ്കിൽ എന്നെ ചീത്ത വിളിച്ചോ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഒരിക്കലും എല്ലാം തീർന്നു, അല്ലെങ്കിൽ എനിക്ക് 60 മാർക്കേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പ്രതീക്ഷയോട് കൂടെ തന്നെ ഇരിക്കുക. എല്ലാം ഒരു പ്രതീക്ഷയുടെ ഇതിലാണല്ലോ നമ്മൾ ഏതൊരു പരീക്ഷയെ കാണുന്നത്, എഴുതാൻ പോകുന്നതൊക്കെ. ഓക്കെ, അടുത്ത പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷനും, ഇനി അടുത്തൊരു പരീക്ഷ എഴുതാൻ പറ്റില്ല, സമയമില്ല എന്നൊക്കെ വിചാരിക്കുന്നവരൊക്കെ ഉണ്ടാവാം. LSGA മെയിൻസിന് വേണ്ടിയിട്ട് നോക്കുന്ന, ഇപ്പോൾ കൊല്ലം ജില്ലക്കാർ ഒരുപാട് പേര് ഇപ്പോൾ LSGA മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, തുടങ്ങിക്കാണും. അപ്പോൾ പരീക്ഷ കഴിഞ്ഞില്ലേ, ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ടൊക്കെ തുടങ്ങിയാൽ മതി. അപ്പോൾ നമ്മുടെ ലേണിംഗ് ആപ്പിനുള്ളിൽ LSGA മെയിൻസിന് വേണ്ടിയിട്ടുള്ള പേപ്പർ 1 പേപ്പർ 2 കംപ്ലീറ്റ് 100% റാങ്ക് ഗ്യാരണ്ടി ചെയ്യുന്ന ഇതുപോലെ കൃത്യമായും പരീക്ഷാ ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ 9747201900, ഓക്കെ, ആ നമ്പറിലേക്കൊക്കെ നിങ്ങൾക്ക് വിളിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അടുത്ത LDCക്കാർ കറണ്ട് അഫെയറിൽ ഒരു കണ്ണ് വെച്ചോളണം. നമ്മുടെ എംഫേവർ കേരള PSC ചാനലിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഡെയിലി കറണ്ട് അഫെയർ ഇങ്ങ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക കേട്ടോ. വേറെ എക്സ്ട്രാ എഫേർട്ട് ഒന്നും വേണ്ട, അത് മാത്രം മതി. അതുപോലെ ഇനിയുള്ള പരീക്ഷകൾ ചെയ്യുന്നവർ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്തു നോക്കുക കേട്ടോ. ഒരുപാട് ചുമ്മാ പടി അല്ല, പഠിച്ചത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുക. പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പായിട്ട് അച്ചടിച്ച് ഒതുക്കി കൊണ്ടുവരുന്നത്. ഓക്കെ, സോ വീണ്ടും കാണാം. നന്ദി. എല്ലാവർക്കും എല്ലാവിധ സഹകരണങ്ങളും നൽകുമെന്ന ഉറപ്പോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും കാണാം. നന്ദി.